Hello students, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്നിരുന്ന exercise problems ഒന്ന് explain ചെയ്യാമെന്ന് വിചാരിക്കുന്നു. Go to the first question. Which polar coordinate pairs label the same point? First one is 3 0 and minus 3 0, 2 pi by 3, 2 7 by 3, minus 3 pi, 2 pi by 3, minus 3 2 pi, minus 2 minus pi by 3. The points are given in the polar representation. Points are written here. Now we can plot the points in the polar system. Cartesian systemത്തിലല്ല, polar systemത്തിലാണ് നമ്മൾ points plot ചെയ്യാൻ പോകുന്നത്. In polar system, any point is written in the form ordered pair r theta. Solution കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പോളാറിൽ points plot ചെയ്യാൻ പോവാണ്. ഇതിൽ ഏതൊക്കെയാണ് സെയിം points എന്നാണ് അറിയേണ്ടത്. അപ്പോൾ points ഏതാണെന്ന് പ്ലോട്ട് ചെയ്താലേ അറിയത്തുള്ളൂ. ആർ തീറ്റ എന്നാണ് നമ്മൾ പോയിന്റ്സിന് എഴുതുക. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് 3 0. അപ്പോൾ ആർ ഈക്വൽ ടു 3 ആൻഡ് തീറ്റ ഈക്വൽ ടു 0 എന്നാണ് അതിന്റെ മീനിങ്. ദെൻ വി ഹാവ് ദ ഒറിജിൻ ഇൻ ദ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഒറിജിൻ ഓർ പോൾ ലൈക്ക് ദിസ്. ഓ എന്ന് ഞാൻ അങ്ങ് മാർക്ക് ചെയ്യാണ്. ദെൻ ദിസ് ഇസ് ദ ഇനിഷ്യൽ ലൈൻ. ദിസ് ഇസ് ഇനിഷ്യൽ ലൈൻ ആൻഡ് ഫോർ ദ ഇനിഷ്യൽ ലൈൻ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ 3 0 എളുപ്പമില്ലേ. തീറ്റ ഈക്വൽ ടു 0യിൽ ആർ ഈക്വൽ ടു 3, പോസിറ്റീവ് ഡിസ്റ്റൻസ് ആർ ഈക്വൽ ടു 3, 1 2 3. ദിസ് ഇസ് ദ പോയിന്റ്. ദിസ് ഇസ് ദ പോയിന്റ് 3 0. അതാണ് നമ്മുടെ 3 0 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർ ഈക്വൽ ടു 0 ഇൻ തീറ്റ ഈക്വൽ ടു ആർ ഈക്വൽ ടു 3 ഇൻ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ 3 0 എന്നുള്ള പോയിന്റ് കിട്ടി. നൗ വി ഹാവ് ടു പ്ലോട്ട് minus 3 0. minus 3 0. minus 3 0യിൽ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആർ ഈക്വൽ ടു -3 ആണ്, തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതേ ലൈൻ തന്നെയാണ്. തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതേ ലൈൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്തത് -3 ആണ്. അപ്പോൾ പുറകോട്ട് വരണം. -3 യൂണിറ്റ്സ് നമുക്ക് പുറകോട്ട് വരണം. ദിസ് ഇസ് initial line starting from the origin towards the right. This is the line theta equal to 0. ഈ ലൈനാണ് theta equal to 0. theta equal to 0. ആ theta equal to 0 എന്ന് പറയുന്ന ലൈനിൽ theta equal to 0 ലൈനിൽ നെഗറ്റീവ് ഡിസ്റ്റൻസ്, അപ്പോൾ പുറകിലേക്ക് 3 യൂണിറ്റ് 1 2 3 അത്രയും മൂവ് ചെയ്താൽ നമുക്ക് പോയിന്റ് കിട്ടും. ആൻഡ് ദാറ്റ് പോയിന്റ് ക്യാൻ ബി പ്ലോട്ടഡ് ആസ്, ഈ പോയിന്റ് ആണ് നമുക്ക് -3 0 എന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് -3 0. ഇതുപോലെ മറ്റ് പോയിന്റ്സും നമുക്ക് പ്ലോട്ട് ചെയ്യാം. പിന്നില്ല, ഞാൻ ആർ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു എന്ന് എഴുതേണ്ട കാര്യമില്ല. ദിസ് ഈസ് ദ ഒറിജിൻ. അത് മനസ്സിലാക്കുക, അതാണ് ഒറിജിൻ. ദെൻ വി ആർ ഗോയിങ് ടു പ്ലോട്ട് ദ നെക്സ്റ്റ് പോയിന്റ് 2 pi by 3. 2 pi by 3 എന്ന് പറയുന്ന പോയിന്റ് 2 pi by 3. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. 2 pi by 3 എത്രയാണെന്ന് അറിയണം. അതുകൊണ്ട് നമുക്ക് എഴുതിയേക്കാം. സബ്ഡിവിഷൻ സി, ആർ ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈക്വൽ ടു 2 pi ഡിവൈഡഡ് ബൈ 3. പൈ ഡിഗ്രിയിലാക്കണമെങ്കിൽ നമ്മൾ പൈയെ 180 എന്ന് എഴുതണം. 2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3 കട്ട് ചെയ്തിട്ട് 2 ഇൻറ്റു 60, ദാറ്റ് ഇസ് 120 ഡിഗ്രീസ്. റേഡിയനിലല്ല, ഡിഗ്രീസ്. ഡിഗ്രീസിലപ്പോൾ നമുക്ക് ആംഗിൾ അറിയാൻ എളുപ്പം. 120 ഡിഗ്രി. ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഈ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് തീറ്റ ഈക്വൽ ടു, ഇത് തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 അല്ലെ 90. നമുക്കിപ്പോൾ വേണ്ടത് 120. 90 പ്ലസ് 30. ഇത് 90 ആണ്. ഒരു ക്വാഡ്രന്റിൽ കാണുന്നത് 90 ആണ്. അപ്പോൾ 90 പ്ലസ് 30 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ 3-ൽ കൂടെ ചേർത്ത് ഈ ലൈനാണ് നമ്മളുടെ തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി അല്ലെങ്കിൽ 2 പൈ ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത്. തീറ്റ ഈക്വൽ ടു 2 pi by 3 എന്നുള്ളത് ഈ ലൈനാണ്. ആ ലൈനിൽ എന്താ വേണ്ടേ, തീറ്റ ഈക്വൽ ടു 2 pi by 3യിൽ നമുക്ക് ആർ ഈക്വൽ ടു 2 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് വേറെ ഒന്നും നോക്കണ്ട, ഇവിടുന്ന് 2 യൂണിറ്റ് ഒരു സ്കെയിൽ വെച്ച് ഈ ലൈനിൽ 2 യൂണിറ്റ് മെഷർ ചെയ്യുക. ഈ ലൈനിൽ ചെരിഞ്ഞിരിക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. സ്കെയിൽ ഇതിന് നേരെ വെച്ച് 2 യൂണിറ്റ് മെഷർ ചെയ്യുക. 2 യൂണിറ്റ് മെഷർ ചെയ്തു. ദിസ് ഇസ് ആർ ഈക്വൽ ടു 2, തീറ്റ ഈക്വൽ ടു 2 pi ഡിവൈഡഡ് ബൈ 3. അങ്ങനെ മെഷർ ചെയ്ത് നമുക്ക് എഴുതാം. ദെൻ we come to the next point, subdivision D, 2
7 pi by 3 എന്നാണ് പോയിന്റിന് തന്നിരിക്കുന്നത്. That means r equal to 2 and theta equal to 7 pi divided by 3. It is equal to 7 into 180 divided by 3. അപ്പോൾ 7 into 60, 7 42, 420. ഒരു ഫുൾ റൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഇത്രയും വന്നാൽ അത് 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 വരുമ്പോൾ ഇവിടെ എത്തി. പിന്നെയും കറങ്ങിയാലേ ഈ 420 എത്തത്തുള്ളൂ. പിന്നെ എന്തോരം കറങ്ങണം? 360 കഴിഞ്ഞ് 420 മൈനസ്, യു കാൽക്കുലേറ്റ് 420 മൈനസ് 360. 420 മൈനസ് 360 60 ആയിരിക്കും, 60 ഡിഗ്രീസ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി 360 ആയി. പിന്നെ ഒരു 60 കൂടെ പോന്നാലേ 420 ആവുള്ളൂ. അപ്പോൾ 60 കൂടെ പോരണം. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് 90 ആണ്. 60 എന്ന് പറയുന്നത് അതിന്റെ 3/2 ആയിരിക്കും. ദിസ് ഇസ് 60 ഡിഗ്രി. അത് 60 ഡിഗ്രി എന്ന് പറയാം, അല്ലെ 60 ഡിഗ്രി പ്ലസ് 360 എന്ന് പറയാം. 60 പ്ലസ് 2 into 360, 60 പ്ലസ് 2 പൈ ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 2 പൈ നമുക്കറിയാം. 2 പൈ 4 പൈ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് സെയിം ആംഗിൾ തന്നെ കിട്ടാം. ദിസ് ഇസ് theta equal to 60. Now it is written as theta equal to 420 or 7 pi by 3. ഈ ലൈനാണ് theta equal to 7 pi by 3. ആ ലൈനിൽ നമുക്കിപ്പോൾ വേണ്ട എന്താ? 2 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ചെരിഞ്ഞിരിക്കുന്നത് പ്രശ്നമല്ല എന്ന് ഓർക്കുക, 2 യൂണിറ്റ് മാർക്ക് ചെയ്യാം. That is the point r equal to 2, theta equal to 7 pi by 3 എന്ന് പറയുന്ന പോയിന്റ് അങ്ങനെ കിട്ടും. Then we move to the subdivision E, minus 3 pi. What is the line theta equal to pi? Theta equal to 0. This is theta equal to pi by 2. Then this is theta equal to pi. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അതിനെ theta equal to pi എന്ന് കാണാം. അവിടെ എന്നാ വേണ്ടേ? theta equal to pi ല് മൈനസ് 3 യൂണിറ്റ്. theta equal to pi എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ഏതായിരിക്കും theta equal to pi എന്ന് പറയുന്ന ലൈൻ? ഞാൻ ഗ്രീൻ പെന്നിനെ വരച്ച് കാണിക്കാം. ഇതാണ് theta equal to. ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ് ഈ ലൈനാണ് theta equal to pi എന്ന് പറയുന്ന ലൈൻ. ഇതാണ് താഴെ വരച്ചെന്നേ ഉള്ളൂ, കാണുന്ന ചുമല ലൈനാണ്. ഇപ്പൊ ഗ്രീൻ ലൈന് കറസ്പോണ്ടിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഡോട്ട് ഇട്ട് കാണിച്ചേക്കാം. ഇതാണ് theta equal to pi എന്നുള്ള ലൈൻ. അവിടെ മൈനസ് 3 യൂണിറ്റ്. ഇവിടെ ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 3 യൂണിറ്റ് പോകണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകണം. 1, 2, 3 യൂണിറ്റ്. ഇതാണ് 1, 2, 3 യൂണിറ്റ്. ഈ പോയിന്റ് തന്നെയാണ് മൈനസ് 3 യൂണിറ്റ്. ഇത് theta equal to 0 എന്നുള്ള ലൈനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. മൈനസ് 3 യൂണിറ്റ് theta equal to pi എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഇതിലൂടെ പോയായിരുന്നു അത് പോസിറ്റീവ് ആയിരുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയത്. therefore മൈനസ് 3 pi is this point. അപ്പോൾ 30യും മൈനസ് 3 പൈയും സെയിം ആണ്. സെയിം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ എന്ന് വേണമെങ്കിൽ ഇവിടെ ഇടാം. 30 equal to minus 3 pi. A and E are same points. Then you have 2 pi by 3. Subdivision F ൽ 2 pi by 3. Pi by 3 എന്ന് പറയുന്നത് 180 divided by 3, 60 degree. 2 units in 60 degree. What is 60 degree? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി. ഇത് 0. അപ്പോൾ 60 എന്ന് പറയുന്നത് ഇതിന്റെ 3/2. ഇതാണ് theta equal to 60 എന്ന് പറയുന്ന ലൈൻ. theta equal to 7 pi by 3യും theta equal to pi by 3യും സെയിം ലൈനാണ്. പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഇവിടെ മെഷർ ചെയ്യാം. അവിടെ 2 യൂണിറ്റ് മൂവ് ചെയ്താൽ ഇത്. അപ്പോൾ 2 pi by 3 എന്ന് പറയുന്നത് പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, 7 pi by 3 തന്നെയാണ്. അപ്പോൾ നമ്മുടെ എയും കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ട എയും ഇയും ഈക്വൽ ആയിരുന്നു. എ ഈക്വൽ ടു ഇ. ദെൻ പിന്നെന്താ 2, 7 pi by 3 എന്ന് പറയുന്ന ഡി ആയിരുന്നു. സബ്ഡിവിഷൻ ഡിയിൽ കാണുന്നതും സബ്ഡിവിഷൻ എഫിൽ കാണുന്നതും ഈക്വൽ ആണ്. അങ്ങനെ എല്ലാ പോയിന്റ്സ് ഈക്വൽ ആണെന്നാണ് ഈ കാണുന്നതാണ് എഴുതേണ്ടത്. 2, 7 pi by 3 equal to 2 pi by 3. അവിടെ 2 pi by 3 ഇതാണ് എഴുതേണ്ടത്. അതിന് പകരം ഡി ആൻഡ് എഫ് ആർ, എ ആൻഡ് ഇ ആർ സെയിം, ഡി ആൻഡ് എഫ് ആർ സെയിം. ദെൻ വി മൂവ് ടു ജി. എളുപ്പമാണ്. മൈനസ് 3, 2 pi. ആംഗിൾ ആദ്യം നോക്കുക. ദിസ് ഇസ് തീറ്റ, ദിസ് ഇസ് ആർ. 2 pi എന്ന് പറയുന്ന ആംഗിൾ ആദ്യം നോക്കുക. 2 pi എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു 0, pi by 2, pi, 3 pi by 2, 2 pi. This is the line theta equal to 2 pi. Theta equal to 0. 2 pi multiples same angle എത്തും എന്ന് നിങ്ങൾക്കറിയാം. theta equal to 0 plus 2 pi. This is theta equal to 2 pi. അങ്ങനെയല്ല, ഇതിനെ നമുക്ക് theta equal to 4 pi എന്ന് എഴുതാം. theta equal to
ഇത് തീറ്റ ഈക്വൽ ടു 0. ഒരു റൗണ്ട് കറങ്ങുമ്പോൾ 360 2π കറങ്ങി അവിടെ തന്നെ എത്തി. ഒരു റൗണ്ട് കൂടെ കറങ്ങിയ ഒരു 2π കൂടെ കറങ്ങണം. 2π പ്ലസ് 2π 4π എന്ന് കിട്ടും. ഇതിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 2πയിൽ -3 ആണ് പറഞ്ഞിരിക്കുന്നത്. തീറ്റ ഈക്വൽ ടു 2π is the initial line itself starting from the origin towards the right, but the distance is negative. അപ്പോൾ ഈ ലൈനിൽ കൂടെ അല്ല, ഈ കാണുന്ന ഡയറക്ഷനിലല്ല. നമ്മൾ പുറകിലോട്ട് 3 യൂണിറ്റ് മൂവ് ചെയ്യേണ്ടി വരും. പുറകിലോട്ട് 3 യൂണിറ്റ് മൂവ് ചെയ്താൽ മുമ്പ് നമ്മൾ കണ്ട -3 0-ലെത്തും. -3 ലൈൻ ഏതായിരുന്നു? തീറ്റ ഈക്വൽ ടു 2π. -3 യൂണിറ്റ്സ് ഇൻ ദ ലൈൻ. നമുക്കതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകരുത്. തീറ്റ ഈക്വൽ ടു 2π ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്കുള്ളത്. പോസിറ്റീവ് ഡിസ്റ്റൻസ് ആണ് ആ ലൈനിൽ കൂടെ തന്നെ ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. നെഗറ്റീവ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് തീറ്റ ഈക്വൽ ടു 2π എന്ന് കാണുന്ന ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 3 യൂണിറ്റ്സ് മൂവ് ചെയ്താൽ -3 2π കിട്ടും. അപ്പോൾ അത് -3 0-യുമായിട്ട് സെയിം ആണ്. -3 0 ഈക്വൽ ടു -3 2π. -3 0 സബ് ഡിവിഷൻ ബി ആണ്. B and G are equal. B and G are equal. Then consider H. -2 -π/3. Theta equal to -π/3. ആംഗിളിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ മൂവ് ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. തീറ്റ ഈക്വൽ ടു 0 നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആംഗിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ഈക്വൽ ടു 0 നിന്ന് മൂവ് ചെയ്താൽ തീറ്റ ഈക്വൽ ടു -π/3. തീറ്റ ഈക്വൽ ടു π/3 എന്ന് പറയുന്നത് ഇവിടുന്ന് 30 π/3 180 / 60 ഡിഗ്രി അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കിപ്പോൾ എന്താ ചെയ്യണ്ടേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ π/3 that is 60 ഡിഗ്രി മൂവ് ചെയ്യണം. ഇത്രയും കാണുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 30 30 30 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 60 ഡിഗ്രി അതിന്റെ 2/3 നമുക്ക് എടുക്കണം. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും ആ ലൈൻ. ഏതാ? തീറ്റ ഈക്വൽ ടു -π/3. തീറ്റ ഈക്വൽ ടു π/3 ഈ കാണുന്ന ലൈനാണ്. തീറ്റ ഈക്വൽ ടു -π/3 അതിന് സിമെട്രിക് ആണ്. 4th ക്വാഡ്രന്റിലാണ്. തീറ്റ ഈക്വൽ ടു 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതാണ് നമ്മുടെ പോളാറിലെ മൂവ്മെന്റ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിന് -സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ 60 ഡിഗ്രി മൂവ് ചെയ്യണം. ആന്റി ക്ലോക്ക് വൈസ് ആണ് സാധാരണ. അപ്പൊ -π/3 എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ മൂവ് ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പൊ -π/3 എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു -π/3 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. നിങ്ങൾക്ക് ഫിഗറിൽ തന്നെ കാണാം. അത് വേറൊരു ലൈനിന്റെ ബാലൻസ് ആണ്. ഏതിന്റെ ആയിരുന്നു? തീറ്റ ഈക്വൽ ടു 2π/3യുടെ ബാലൻസ് ആണ്. തീറ്റ ഈക്വൽ ടു -π/3 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ആ ലൈനിലെ ഡിസ്റ്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? -2 യൂണിറ്റ്. അപ്പൊ ഈ ലൈനിൽ തന്നെ മൂവ് ചെയ്യുമായിരുന്നെങ്കിൽ 0-ൽ നിന്ന് താഴേക്ക് കിടക്കുന്ന ഭാഗത്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് പോസിറ്റീവ്. അങ്ങനെ അല്ലല്ലോ ഇപ്പൊ ഡിസ്റ്റൻസ് നെഗറ്റീവ്. തീറ്റ ഈക്വൽ ടു -π/3 എന്ന് പറയുന്ന ഈ നീല വരെയാണ്. അവിടുന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പുറകിലേക്ക് 2 യൂണിറ്റ് മൂവ് ചെയ്യുന്നു. അത് എവിടെ എത്തും? ഈ കാണുന്നതാണ്. മുമ്പ് കണ്ട പോയിന്റ് ആണ്. -2. പക്ഷെ ഈ ലൈനിലല്ല, റെഡ് ആണ്. തീറ്റ ഈക്വൽ ടു 2π/3. ആ ലൈനിലല്ല. -2 എന്ന് എഴുതുമ്പോൾ തീറ്റ ഈക്വൽ ടു -π/3 എന്ന് പറയുന്ന ലൈൻ ആധാരമാക്കിയാണ് നമ്മുടെ മൂവ്മെന്റ്. തീറ്റ ഈക്വൽ ടു -π/3 നീല ലൈൻ. അവിടെ പോസിറ്റീവ് ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ആ നീല ലൈനിൽ പോയിന്റ് വന്നേനെ. നെഗറ്റീവ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ പുറകിലേക്ക് പോകുന്നു. -2 എന്നാ കാണുന്നത്. 2 യൂണിറ്റ് പുറകിലേക്ക് പോകുന്നു. 2π/3 എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ എത്തുന്നു. ദാറ്റ് ഈസ് the points 2 2π/3 and -2 -π/3 are equal, are same. C and H are same. C and H are same. What was our question? Question എന്തായിരുന്നു? First question, which polar coordinate pairs label the same points? ഇതിലെ ഏത് pairs ആണ് സെയിം പോയിന്റ്സിനെ ലേബൽ ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് പോയിന്റ്സ് ആണ് സെയിം ആയിട്ട് വരിക? എയും ഇയും നമ്മൾ മാർക്ക് ചെയ്തനുസരിച്ച് A 30 30യും -3π 30 ആൻഡ് -3π. A ആൻഡ് E ആർ സെയിം. അതുപോലെ പോയിന്റ്സ് നോക്കിയിട്ട് പറയാം. D ആൻഡ് F ആർ സെയിം. B ആൻഡ് G ആർ സെയിം. C ആൻഡ് H ആർ സെയിം. ഓർ യു റൈറ്റ് A ആൻഡ് E ആർ സെയിം എന്നുള്ളതിന് പകരം 30 ആൻഡ് E -3π ആർ സെയിം. 30 ഈക്വൽ ടു -3π എന്ന നൊട്ടേഷൻസിൽ എഴുതും. അപ്പൊ അതുപോലെ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് പാർട്ട് 2ഉം പാർട്ട് 3ഉം ചെയ്യാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അത് കാണാം. താങ്ക് യു.